ചന്ദ്രാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീനം യോഗിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാൻ കൃഷ്ണൻ ജരാസന്ധ വധത്തിന് ശേഷം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് അടുത്ത അധ്യായം. ജരാസന്ധന്റെ മരണത്തെ തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ മോചിപ്പിച്ച രാജാക്കന്മാരും രാജകുമാരന്മാരും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭരണാധികാരികളായിരുന്നു. ഈ 20,800 രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും കീഴടക്കാനുള്ള ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു ജരാസന്ധൻ. സവിശേഷമായി നിർമ്മിക്കപ്പെട്ട കോട്ട പോലുള്ള പർവ്വത ഗുഹകളിൽ തടങ്കലിലാക്കപ്പെട്ടിരുന്ന ഇവരുടെ സ്ഥിതി ദീർഘകാലത്തെ അതേ രീതിയിൽ തുടർന്നതിനാൽ ഭഗവാൻ കൃഷ്ണനാൽ വിമോചിതനായവർ അത്യന്തം സന്തുഷ്ടരായി. വസ്ത്രധാരികളായിരുന്ന അവരുടെ മുഖം ഉണങ്ങി വരണ്ടിരുന്നു. നെടുനാളത്തെ തടങ്കൽ ജീവിതം അവരുടെ ശരീര അവയവങ്ങളെ ശിഥിലീകരിച്ചിരുന്നു. അനാസക്തവും കർമ്മ നിരതരാകാൻ യുക്തരാകാതെ ഇരിക്കുന്ന അവസ്ഥയും അവർക്കുണ്ടായിരുന്നു. ഈ ശോചനീയ അവസ്ഥയിലും പരമപുരുഷനായിരിക്കുന്ന വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിരുന്നു. ആകാശത്ത് പുതിയതായി ആവിർഭവിച്ച മേഘത്തിന്റെ നിറത്തിന് സമാനമായി ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ നിറം അവർക്കപ്പോൾ കൺമുന്നിൽ ദൃശ്യമായി. പീതാംബരം ഉടുത്ത് ശംഖചക്ര ഗദാധാരിയായി ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണുവായിട്ട് അദ്ദേഹം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മാറിൽ സുവർണ രേഖകൾ, താമര അല്ലി പോലുള്ള മുലക്കണ്ണുകൾ, താമരകൾ പോലെ വിരിഞ്ഞ നയനങ്ങൾ, ശാശ്വതമായ ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ പുഞ്ചിരി, ഭംഗിയുള്ളതും തിളങ്ങുന്നതുമായ കുണ്ടലങ്ങൾ, അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടം, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാലകൾ, കടകങ്ങൾ, വളകൾ എന്നിവ അതീന്ദ്രിയമായ ശോഭ വിതറിയിരുന്നു. മാറിൽ അണിഞ്ഞിരുന്ന കൗസ്തുഭരത്നം കൂടുതൽ ആകർഷകത്തോടെ തിളങ്ങി നിന്നു. അദ്ദേഹം ഒരു പൂമാലയും ചാർത്തിയിരുന്നു. ഇത്രയേറെ ദുഃഖത്തിന് ശേഷം രാജാക്കന്മാരും രാജകുമാരന്മാരും അതീന്ദ്രിയ രൂപഗുണമുള്ള ഭഗവാൻ കൃഷ്ണനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിലും അവരുടെ അമൃതപാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് നാവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം നുണഞ്ഞും നാസിക ആ ശരീരത്തിൻ്റെ സുഗന്ധം ആസ്വദിച്ചും ബാഹുക്കൾ കൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തും അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നുപോയി. പരമപുരുഷന്റെ മുമ്പിൽ നിന്നതിൻ്റെ പ്രഭാവത്തിൽ അവരുടെ സർവപാപങ്ങളും കഴുകി കളയപ്പെട്ടു. അതിനാൽ യാതൊരു ഉപാധികളും കൂടാതെ അവർ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിതമായി. സർവപാപങ്ങളിൽ നിന്നും വിമുക്തനാകാതെ ഭഗവത്പാദങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങാനാവില്ലെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. കൃഷ്ണനെ ദർശിച്ച രാജകുമാരന്മാരെല്ലാം തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കൊടിയ കഷ്ടപ്പാടുകളൊക്കെ മറന്നു. കൂപ്പുകൈകളോടെ തികഞ്ഞ ഭക്തിയോടെ അവർ ഭഗവാൻ കൃഷ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിരുന്നാലും അവസാനം ഭഗവാനെ അല്ലെങ്കിൽ മറ്റ് ശരണമില്ല എന്ന് വിചാരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ എല്ലാം ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തി നിഗച്ഛതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജരാസന്ധന്റെ കൊടും ക്രൂരതയ്ക്ക് പാത്രീഭൂരായിരുന്ന അനേകായിരം രാജാക്കന്മാരെ ഒക്കെ ഭഗവാൻ മോചിപ്പിച്ചു. അവർക്ക് ദിവ്യ ദർശനം ഭഗവാൻ കൊടുത്ത് അവരെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക്, ധർമ്മ പുനഃസ്ഥാപനത്തിൻ്റെ മാർഗത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇവർക്ക് അനേക കാലമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ച് ജരാസന്ധന്റെ തുറങ്കലിൽ കഴിഞ്ഞിരുന്ന ഇവര് പുറത്തേക്ക് വന്നപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആകെ തളർന്നു. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ ഇവർക്ക് ഒരു പുനർജീവനം സിദ്ധിച്ചതുപോലെ ഒരു ശക്തി കൈവന്നു എന്നർത്ഥം. ഇങ്ങനെ ആ പൂർവാധികം ശക്തിയോട് തന്നെ ഓജസ്സോടും തേജസ്സോടും തിരിച്ച് വരപ്പെട്ട ആ രാജാക്കന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, പരമപുരുഷ, ദേവാധിനായക,
അവിടുത്തെ ഭക്തന്മാർ പൂർണ്ണമായിട്ടും കീഴടങ്ങി സമർപ്പിതാത്മാക്കളായിരിക്കുന്നതിനാൽ അവരുടെ വേദനകളെല്ലാം ഉടൻ തന്നെ നീക്കിക്കളയാൻ അങ്ങയ്ക്ക് കഴിയും. അതീന്ദ്രിയ ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, അങ്ങ് അനശ്വരനാണ്. ഞങ്ങൾ അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ സദാ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജരാസന്ധൻ്റെ തടവറയിൽ നിന്ന് മോചനം ലഭിച്ചത്. എന്നാൽ ഭൗതിക അസ്തിത്വത്തിൻ്റെ മായാശക്തിയുടെ തടവറയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭൗതിക ലോകത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കൂടി. ഇപ്പോൾ ജരാസന്ധൻ്റെ ആ തടവറയിൽ നിന്നാണ്, ഭൗതികമായ ബന്ധങ്ങളിൽ നിന്ന് തുറങ്കലിലടയ്ക്കപ്പെട്ട അവരെയാണ് ഭഗവാൻ മോചിപ്പിച്ചത്. എന്നാൽ ഇവർ ഭക്തിയുടെ അതിപ്രസരത്താൽ എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നു, ഭക്തിയുടെ അത്യസ്തത്തിൻ്റെ മായാശക്തിയുടെ തടവറയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ദയവായി ഞങ്ങളെ ജനന മരണങ്ങളുടെ പുനരാവർത്തിക്ക് വിരാമമിട്ടാൽ. അതായത് നമ്മൾ ഭക്തിയിൽ യഥാർത്ഥത്തിൽ ഈശ്വരഭക്തി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. തൻ്റെ ദുഃഖം മാറാനും ദുഃഖങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ ഇഷ്ടഭോഗങ്ങളെ നേടുന്നതിനും വേണ്ടിയിട്ടും ഭൗതികമായ അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെ ഭൗതിക തലത്തിൽ ഉയർച്ച കിട്ടിയാലും അത് ശ്രേയസ്സായിട്ട് മാറുകയില്ല. വീണ്ടും വീണ്ടും പുനർജന്മത്തിനും ഇല്ലേ ജന്മജന്മാന്തരങ്ങളിലേക്ക് ഈ ബന്ധനങ്ങളായിട്ട് പരിണമിക്കുകയും വീണ്ടും വീണ്ടും ജനന മരണങ്ങളുടെ കുടുക്കിൽപ്പെടുകയും ചെയ്യും. ഇവിടെ ഈ ജരാസന്ധൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട രാജാക്കന്മാര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് കൂടി ഞങ്ങൾക്ക് മോചനം നൽകാം. കാരണം ഈ മായാശക്തിയുടെ പ്രഭാവത്താൽ വീണ്ടും ഞങ്ങൾ ഈ ഭൗതികതയുടെ പിന്നാലെ പരക്കം പായാൻ ഇടവരും. ഇതുപോലെയൊക്കെ വീണ്ടും ബന്ധനത്തിൽപ്പെടും, വീണ്ടും ജനന മരണങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഭൗതിക അസ്തിത്വത്തിൻ്റെ പിടിയിൽ നിന്നും മായാശക്തിയുടെ കവചത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ആശ്രയിക്കണം, ധർമ്മത്തെ നമ്മൾ വ്യവഹരിക്കണം. ഇവിടേക്കാണ് നമുക്ക് ഭക്തർക്ക് പോലും പറ്റുന്ന, ആധ്യാത്മികയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും പറ്റുന്ന അബദ്ധം എന്നറിയാം. ഈശ്വരനെ ആശ്രയിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുതെന്ന് മാത്രമല്ല, എന്നാൽ ഭൗതിക ലോകത്തെ ഉപേക്ഷിക്കുകയും വരും. പക്ഷേ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് ധാർമ്മികമായ പ്രവൃത്തിയിൽ ഈ മായാശക്തിയിൽ പെടാതെ വ്യവഹരിക്കണം. അതിന് ഭഗവാനെ ആശ്രയിക്കണം, ജ്ഞാനത്തെ ആശ്രയിക്കണം, ധർമ്മത്തെ ആചരിക്കണം. അവിടെയാണ് ജ്ഞാനം കൊണ്ട് വ്യവഹരിക്കാൻ സാധ്യമല്ല. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ആയിരുന്നാലും ബ്രഹ്മജ്ഞാനം കൊണ്ട് വിശപ്പ് മാറില്ല. അതിനു വേണ്ടിയിട്ടുള്ളത് നമ്മൾ കരുതി വെക്കുകയും ഇല്ലേ അതനുസരിച്ച് വിശപ്പ് മാറാനുള്ള അന്നപാനാദികൾക്ക് ശേഖരിക്കുകയും അത് ശരീരത്തെ നിലനിർത്താൻ ഉപകരിക്കുന്ന വിധത്തിൽ സൃഷ്ടിയുടെ വ്യവഹാരം നടത്തുക തന്നെ വേണം. ബ്രഹ്മജ്ഞാനം കൊണ്ട് ഒരിക്കലും നമ്മുടെ വിശപ്പ് മാറുന്ന പ്രശ്നമില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ജ്ഞാനത്തെ വ്യവഹരിക്കാൻ ഉതകുന്നതല്ല. അതേപോലെ തന്നെ ഈശ്വരനെ വ്യവഹരിക്കാൻ ഉപകരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാൻ നാം ഭഗവാനെ ആശ്രയിക്കണം, ധർമ്മത്തെ വ്യവഹരിക്കണം. ഇനി ജ്ഞാനത്തെ ആശ്രയിക്കണം, ആ ജ്ഞാനം വെച്ചുകൊണ്ട് ധർമ്മത്തെ വ്യവഹരിക്കണം. ഇതാണ് മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈശ്വര ഭക്തരായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതികത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകളെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരനെ വ്യവഹരിക്കാൻ ശ്രമിക്കും. വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഒരു ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ പരിപാലനത്തിന് ആവശ്യമായ സമ്പത്ത് സമ്പാദിക്കുന്നതിലായിരിക്കും ഭരണകർത്താക്കൾക്കും അതിലെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെയും ശ്രദ്ധ മുഴുവൻ. അതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഈശ്വരശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ജീവിതത്തെ സമ്പുഷ്ടമാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അത് വ്യവഹാരമാണ്. ഈശ്വരനെ ആശ്രയിച്ചാണ്, പക്ഷെ വ്യവഹാരത്തിന് ഈശ്വരനെ ഉപയോഗിക്കാൻ പാടില്ല. അത് ധർമാചരണത്തിന് വ്യവഹാരമാകാം. ഈശ്വരനെ ആശ്രയിക്കണം, ധർമ്മത്തെ ആചരിക്കണം എന്ന് പറഞ്ഞാൽ
ധർമാനുസരണമായിരിക്കണം, ധർമ്മത്തിന് ക്ഷതം വരാതെയായിരിക്കണം ക്ഷേത്രപരിപാലനം നടത്തേണ്ടത്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ പരിപാലിക്കുന്ന ധർമ്മത്തെ ആചരിക്കണം. ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ധർമ്മത്തെ അനുസരിച്ചുകൊണ്ട് അർത്ഥകാമങ്ങളെ ഉപേക്ഷിക്കാതെ അതിനെ യഥാവിധി അനുഭവിച്ച് ആസ്വദിക്കാം. അപ്പോൾ മോക്ഷത്തിലേക്ക് പോകും. ഇവിടെയാണ് പുരുഷാർത്ഥങ്ങളെ നമ്മൾ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ഏത് വ്യക്തിയായാലും വേണ്ടില്ല, ഒരു കുടുംബമായാലും വേണ്ടില്ല, ഒരു സമൂഹമായാലും ഒരു ക്ഷേത്രമായാലും ഒരു രാഷ്ട്രമായാലും പരിപാലനത്തിന് അത്യന്താപേക്ഷിതമാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഇതിൽ ധർമ്മത്തെ മുറുക്കി പിടിക്കണം. ധർമ്മം വ്യവഹാരത്തിനുള്ളതാണ്. ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതിലൊക്കെ ധർമ്മം അനുസരിച്ചുകൊണ്ട് ധർമ്മത്തിന് ക്ഷതം വരാതെ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ ഉപയോഗിക്കണം. ഓരോ വ്യക്തിയുടെയും കർത്തവ്യകർമ്മ അതാണ്. ഇനി ആ ധർമ്മത്തെ ആചരിക്കാൻ ഉതകുന്നതായ അർത്ഥത്തെയും കാമത്തെയും, ആഗ്രഹങ്ങൾ, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അർത്ഥം വേണം, ധനം വേണം. ആ ധനത്തെ ഇല്ലെങ്കിൽ സമ്പത്ത് വേണം. അപ്പൊ ആ സമ്പത്തും ആഗ്രഹങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അതൊക്കെ ഭൗതിക അസ്തിത്വത്തിലാണ്. ഈ സമ്പത്തും എന്ന് പറയുന്നതും ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ മായാശക്തിയുടെ ആ വലയത്തിൽപ്പെട്ടിട്ട് ഭൗതികതയിൽ രമിക്കാൻ, വ്യവഹരിക്കാൻ ഇടവരുമ്പം അവിടെ ധർമ്മത്തിന് ക്ഷതം വരാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം ബന്ധനങ്ങളായി മാറും. അതാണ് ഇവിടെ രാജാക്കന്മാർ സൂചിപ്പിച്ചതും. ഭൗതിക അസ്തിത്വത്തിന്റെ മായാശക്തിയുടെ പിടിവലയിൽപ്പെട്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജരാസന്ധന്റെ തടങ്കലിലായി. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ പുറത്തേക്ക് അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കി. പക്ഷേ ഞങ്ങളെ ഈ മായയുടെ ശക്തിയാൽ വീണ്ടും ഇടപെടാൻ ഇല്ലെങ്കിൽ അതിൽ പെടുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മള് ഈ മായാശക്തിയിൽ പെട്ടാൽ ഒരു ക്ഷേത്ര ജീവനക്കാരൻ പോലും, ആധ്യാത്മികയിൽ പ്രവർത്തിക്കുന്ന ആചാര്യൻ പോലും വ്യവഹാരത്തിൽ ഈശ്വരനെ ആശ്രയിച്ചാൽ അവിടെ ധർമ്മത്തിന് വ്യതിചലനം ഉണ്ടാകും. അതായത് ധനസമ്പാദനം എന്ന് ഒരു ക്ഷേത്രത്തിലുള്ളവർ വിചാരിച്ചാൽ പോലും, ധനം സമ്പാദിക്കണം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആ ഈശ്വരന്റെ പേരിൽ പോലും ധനം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചാൽ നേരായ മാർഗത്തിൽ ധനം സമ്പാദിക്കാൻ സാധ്യമല്ല. അവിടെ വ്യവഹാരത്തിന് പുറപ്പെടുമ്പോൾ ധർമ്മത്തിന് ക്ഷതം സംഭവിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ധർമ്മത്തെ വ്യവഹരിക്കുന്നതിലൂടെ സമ്പാദിക്കുന്ന അർത്ഥകാമങ്ങളെ ധർമ്മത്തിന് വേണ്ടിയിട്ട് തന്നെ അത് ഉപയോഗിക്കണം. അതല്ലാത്തൊരു പിടിവള്ളിയാണ്. ഇല്ലെങ്കിൽ മോക്ഷം സാധ്യമല്ല എന്നർത്ഥം. ഇവിടെ ഭഗവാനോട് ഈ രാജാക്കന്മാർ ആവശ്യപ്പെടുന്നതും അങ്ങയുടെ അഹൈതുകമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജരാസന്ധന്റെ തടവറയിൽ നിന്നും മോചനം ലഭിച്ചത്. എന്നാൽ ഭൗതിക അസ്തിത്വത്തിന്റെ മായാശക്തിയുടെ തടവറയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വെറുതെ ജരാസന്ധന്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മാത്രം നമുക്ക് ബന്ധനം മുക്തമാകില്ല എന്ന് ഈ രാജാക്കന്മാര് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ അവിടെ ആത്മതലം ഉയർന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം കൂടെ ഉണരുന്നത്. അതായത് ആത്മബോധം, ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അവിടെ ആത്മബോധം ഉണർന്ന ദൈവിക സമ്പത്തിന്റെ അതിപ്രസരത്തിലാണല്ലേ. അതിൻ്റെ ഒരു പരമോന്നത പദവിയിലെത്തുന്നവർക്കാണ് ഈശ്വരനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിക്കുക. ഇവരെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ട്. അവിടെ ചതുർബാഹു രൂപയായിരിക്കുന്ന ഭഗവാനെ, വിഷ്ണുവിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടു ഇവരെ. അപ്പോൾ അത് തന്നെ ഒരു ആത്മീയതയുടെ അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ ഉയർത്തപ്പെട്ടു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉയർത്തപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വരം ചോദിക്കാൻ തന്നെ സാധിക്കും. അതായത് ഭൗതിക അസ്തിത്വത്തിന്റെ മായാശക്തിയുടെ തടവറയിൽ നിന്നുകൂടി ഞങ്ങൾക്ക് മോചനം നൽകണം. ഇപ്പോൾ ജരാസന്ധന്റെ തടവറയിൽ നിന്നാണ്, ഭൗതികമായ വ്യവഹാരത്തിലൂടെയാണ് അങ്ങ് ഞങ്ങളെ മോചിപ്പിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ആത്മീയമായ ഉയർച്ച കൂടി വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് തടസ്സമുണ്ടാക്കുന്നത് എന്താ? ഈ ഭൗതിക അസ്തിത്വത്തിന്റെ മായാശക്തിയാണ് നമുക്ക് ആധ്യാത്മികതയിൽ പോലും ആത്മനിഷ്ഠനായിട്ടിരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നർത്ഥം. അതും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ആത്മനിഷ്ഠനായിട്ട് പ്രവർത്തിക്കാൻ ഇല്ലെങ്കിൽ ഇരിക്കാൻ സാധ്യമുള്ളൂ. അതിനാൽ ദയവായിട്ട് ഞങ്ങളുടെ ജനന മരണങ്ങളുടെ പുനരാവർത്തിക്ക് വിരാമമിട്ടാലും
ഞങ്ങൾ ആണ്ട് മുങ്ങിപ്പോയ ജീവിതത്തിൻ്റെ ശോചനീയമായ ഭൗതികാവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്ര അനുഭവവേദ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമായിട്ട് കാരാഗ്രഹത്തിൽ ജരാസന്ധന്റെ ആ കാരാഗ്രഹത്തിലാണേലും കിടന്ന് ഇതുവരെ അനുഭവിച്ചത് പാപദോഷങ്ങളെ മുഴുവൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഭൗതിക അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത്, അത് ബന്ധനീയമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കയ്പ് അനുഭവിച്ചതിനാൽ ഞങ്ങൾ അവിടുത്തെ പാദപത്മങ്ങൾ ആശ്രയം തേടി എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭഗവാനെ, മധുസൂദന, ജരാസന്ധൻ തീരെ തെറ്റുകാരനല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. അവിടുത്തെ അഹേതുകമായ കാരുണ്യം മൂലമാണ് ഞങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെട്ടത്. കാരണം രാജാക്കന്മാർ എന്നും ഭരണ അധികാരികളും ഭരണാധികാരികളെന്നുമൊക്കെ സ്വയം അറിയപ്പെടുന്നവർ ഞങ്ങൾ അഭിമാനം കൊണ്ടിരുന്നു. ദുരഭിമാനവും അധികാരവും മൂത്ത് അവയിൽ ഊറ്റം കൊണ്ടിരുന്നു. ഒരു ഭരണാധികാരിക്കും അഥവാ ഒരു രാജാവിനും തൻ്റെ യഥാർത്ഥമായ വ്യവസ്ഥാപ നില മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നില്ല. മായയുടെ സ്വാധീന ശക്തി കീഴ്പ്പെട്ടു പോകുന്ന അഹങ്കാരികളായിട്ട് മാറുന്ന രാജാക്കന്മാർ താൻ ഭരണാധികാരികളും തങ്ങളുടെ പദവിയെക്കുറിച്ച് മിഥ്യാഭിമാനം വെച്ച് പുലർത്തുകയും ചെയ്യും. മരുഭൂമിയിലെ മരീചിക കണ്ട് ജലാശയമെന്ന് ധരിക്കുന്ന വിഡ്ഢികളെ പോലെയാണ് അവർ. ഭൗതിക സമ്പത്തുകൾ തങ്ങളുടെ രക്ഷയ്ക്ക് എത്തുമെന്ന് വിഡ്ഢികൾ കരുതുന്നു. ഭൗതിക ലോകം നിത്യമായ ആനന്ദ സ്വരൂപമാണെന്നും അത് സ്ഥിരനിഷ്ഠമാണെന്നും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഭൗതികത എന്നും സുഖഭോഗങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നു. പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ മുമ്പാകെ ഞങ്ങളും ഭൗതിക സമ്പത്തിൻ്റെ പേരിൽ ഊറ്റം കൊണ്ടിരുന്നു, അഹങ്കരിച്ചിരുന്നു. അതിൻ്റെ പരിണതഫലമാണ് ഇതുവരെ അനുഭവിച്ചത്. എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.